വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് തുറന്ന വാഹനത്തിൽ കോക്ടെയിൽ വിൽപ്പന നടത്തിയ യുവാവ് എക്സൈസ് പിടിയിൽ. കുമാരപുരം പൊതുജനം റോഡിൽ വാനിൽ പരസ്യമായി കോക്ടെയിൽ വിൽപ്പന നടത്തിയ ഇഷാൻ നിഹാൽ ആണ് അറസ്റ്റിലായത്. സമൂഹ മാധ്യമങ്ങളിൽ കോക്ടെയിൽ വിൽപ്പനയെക്കുറിച്ച് പരസ്യം നൽകുകയും ചെയ്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് എത്ര നാളായി ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിരുന്നു? ഇങ്ങനെ പരസ്യമായി വിൽപ്പന നടത്തിയിട്ടും ഇപ്പോഴാണോ ശ്രദ്ധയിൽപ്പെട്ടത്? അപേക്ഷ തിരുവനന്തപുരം കുമാരപുരത്താണ് ഇങ്ങനെ പരസ്യമായ കോക്ടെയിൽ വിൽപ്പന നടന്നത്. എക്സൈസിന്റെ വിശദീകരണം, ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഈ വിൽപ്പന നടത്തിയിരുന്നു. കുമാരപുരം സ്വദേശിയായ ഇഷാൻ എന്ന ആളാണ് ഈ വിൽപ്പന നടത്തിയിരുന്നത്. മാത്രവുമല്ല, ഈ തുറന്ന വാഹനത്തിൽ അവിടെ ധാരാളം ആളുകൾ എത്തിയിരുന്നു. ഈ വാനിൽ മാത്രവുമല്ല, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇങ്ങനെ പരസ്യം ചെയ്ത് ആയിരുന്നു വിൽപ്പന. ഇയാളുടെ തന്നെ വീടിനടുത്ത് ഈ വാഹനം നിർത്തിയിട്ട് അവിടെയായിരുന്നു വിൽപ്പന. രാത്രികാലങ്ങളിൽ കാറുകളിലും മറ്റും നിരവധി ആളുകൾ ഇവിടെ വന്ന് കോക്ടെയിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇത് ഈ പരസ്യം, സോഷ്യൽ മീഡിയയിലെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് എക്സൈസ് വിഷയത്തിൽ ഇടപെട്ടത്. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുകയും ചെയ്തു. 10 ലിറ്റർ വിദേശ മദ്യവും 38 ലിറ്റർ ബിയറും ഇവിടെ നിന്ന് കണ്ടെടുത്തു. ഇയാൾക്ക് പുറമെ മറ്റു ചിലരുടെ സഹായം കൂടി ഈ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. വാഹനവും എക്സൈസ് പിടിച്ചെടുത്തു. അഭിലാഷ്, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയിട്ടുണ്ടോ? എക്സൈസിന്റേതാണ് നടപടി. അബ്കാരി നിയമലംഘനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തരത്തിൽ വിൽപ്പന നടക്കുന്നത് എക്സൈസിന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. തന്നെ ചില ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പരിശോധന നടത്തുമ്പോൾ ആ സമയത്ത് പോലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിൽപ്പന നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിൽപ്പന നടന്നു. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ തന്നെ അവിടെ ഈ വാഹനത്തിൽ തന്നെയും ഇതിന്റെ വാട്സ്ആപ്പ് നമ്പരും മറ്റു കാര്യങ്ങളും പതിച്ചിരുന്നു. അവിടെ എത്തുന്നവർക്ക് കൂടുതൽ ആളുകളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണം എന്ന ഒരു കാര്യം കൂടി വിൽപ്പന നടത്തിയിരുന്ന യുവാവ് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ അവിടെ രാത്രികാലങ്ങളിൽ നിരവധി, അതായത് ടെക്കികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. വലിയ സമ്പന്നരായ ആളുകൾ അവിടേക്ക് വന്നുപോയിരുന്നു. ഇത് വളരെ പരസ്യമായാണ് ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ, കുമാരപുരത്താണ്, മെഡിക്കൽ കോളേജിനടുത്താണ്, അവിടെ പുതിയ റോഡ്, അവിടെയാണ് ഈ വിൽപ്പന നടന്നത്. വീടിനോട് ചേർന്ന് ഈ വാഹനം നിർത്തി അവിടെ തുറന്ന വാഹനത്തിൽ ഇങ്ങനെ കോക്ടെയിൽ നിർമ്മിച്ച് ആളുകൾക്ക് നൽകുകയായിരുന്നു. ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അവിടെ എത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഈ വാഹനം ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ടെത്തിയത് 10 ലിറ്റർ വിദേശ മദ്യവും 38 ലിറ്റർ ബിയറുമാണ്. തിരുവനന്തപുരത്ത് തുറന്ന വാഹനത്തിൽ കോക്ടെയിൽ വിൽപ്പന നടത്തിയ യുവാവിനെയാണ് എക്സൈസ് പിടികൂടിയത്. കുമാരപുരം പൊതുജനം റോഡിൽ വാനിൽ പരസ്യമായി കോക്ടെയിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു. ഇഷാൻ നിഹാൽ എന്ന യുവാവാണിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്.